ഇതാണ് ബ്രൗൺഷ്വേഗർ ഡോം. ഡോം എന്ന് വെച്ച കത്തീഡ്രൽ ആണ്. 1173 ഇത് ബിൽഡ് ചെയ്തത്. ആൻഡ് ഓൾസോ ഇത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുടെ ഒരു ചർച്ചാണ്. ഇതാണ് ബുർഗ്പ്ലാറ്റ്സ്. ബുർഗ്പ്ലാറ്റ്സ് ആണ് ബ്രൗൺഷ്വേഗിലെ ഹിസ്റ്റോറിക്കലും ജോഗ്രഫിക്കലുമായിട്ടുള്ള സെന്റർ ആയിട്ട് പറയപ്പെടുന്നത്. ഇവിടെയാണ് താൽക്കാലികമായിട്ടുള്ള ഡ്രാമ ഷോസും എല്ലാ വർഷത്തെയും ക്രിസ്മസ് മാർക്കറ്റും നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കാസിൽ. ഡ്യൂക്ക് ഹെൻറി ദ ലയൺ 1760 1775 ഇടയ്ക്കാണ് ഇത് ബിൽഡ് ചെയ്തത്. ഹാപ്പി റിസി ഹൗസ് ബ്രൗൺഷ്വേഗിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. 2001 ഫേമസ് ആയിട്ടുള്ള ന്യൂയോർക്ക് ആർട്ടിസ്റ്റ് ജെയിംസ് റിസി ഇത് ഡിസൈൻ ചെയ്തത്. ഇപ്പൊ ഇതൊരു ഓഫീസ് ബ്ലോക്ക് ആണ്, അതുകൊണ്ട് പബ്ലിക്കിന് അകത്തേക്ക് പ്രവേശനമില്ല. ഇതാണ് ബ്രൗൺഷ്വേഗിലെ റാത്ത് ഹൗസ്. റാത്ത് ഹൗസ് എന്ന് വെച്ചാൽ സിറ്റി ടൗൺ ഹാൾ എന്നാണ് അർത്ഥം. ഇത് 1894 1900 ഇടയ്ക്കാണ് ബിൽഡ് ചെയ്തത്. ഇതാണ് ഷ്ലോസ് അർക്കാഡൻ. ഇവിടം റെസിഡൻഷ്യൽ കാസിൽ എന്നാണ് പറയപ്പെടുന്നത്. 1753 1918 ഇടയ്ക്കുള്ള ബ്രൗൺഷ്വേഗിലെ എല്ലാ ഡ്യൂക്കിന്റെയും റെസിഡൻസി ഇവിടെയായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഈ സ്ഥലം ഫുള്ളി നശിച്ചു പോവുകയും പിന്നെ അത് റിനോവേറ്റ് ചെയ്ത് കാസൽ പാർക്കായിട്ട് മാറ്റി. 2007 ഈ സ്ഥലം റീകൺസ്ട്രക്ട് ചെയ്ത് വലിയൊരു ഷോപ്പിംഗ് സെന്റർ ആയിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് ഷ്ലോസ് റിച്ച്മൗണ്ട് അഥവാ റിച്ച്മൗണ്ട് കാസിൽ എന്നും പറയാം. പണ്ടുകാലത്ത് ബ്രൗൺഷ്വേഗിലെ രാജകുമാരിമാരുടെ കൊട്ടാരമായിരുന്നു ഇത്. പണ്ടുകാലത്ത് ഇംഗ്ലണ്ടിലെ രാജകുമാരിമാർ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ പേര് റിച്ച്മൗണ്ട് പാർക്ക് എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ റിച്ച്മൗണ്ട് എന്ന് പേര് വന്നത്. ഇതാണ് സെന്റ് പൗളീസ് ചർച്ച്. ഇത് ഇവാഞ്ചലിസ്റ്റ് വിഭാഗക്കാരുടെ ചർച്ചാണ്. 1901 1906 ഇടയ്ക്കാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇത് സിറ്റി സെന്റർ ആണ്. എല്ലാ ഷോപ്സും അവൈലബിലിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് ഗ്ലോക്കൻസ്പീൽ. 1758 ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ബ്രൗൺഷ്വേഗിലെ സിറ്റി സെന്ററിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഡെയിലി ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരങ്ങളിൽ 3 മണിക്കും 6 മണിക്കും ഈ ക്ലോക്ക് 1 മിനിറ്റ് പ്രവർത്തിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഇന്നും ഇവിടുത്തെ ആൾക്കാർ ഇതൊരു ആന്റിക് വസ്തുവായിട്ട് സൂക്ഷിക്കുന്നു. ബ്രൗൺഷ്വേഗ് സിറ്റിയിലെ ഓരോ മുക്കിലും മൂലയിലും ഈ ടൈലുണ്ട്. ഇത് പണ്ട് ജീവിച്ചിരുന്ന ട്രിക്സ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ ടില്ലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ബ്രൗൺഷ്വേഗിലെ ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ ജർമ്മൻ ബുണ്ടസ്ലീഗ ക്ലബ്ബ് മത്സരങ്ങൾ നടക്കാറുണ്ട്. ബ്രൗൺഷ്വേഗ് സിറ്റിയുടെ പല ഭാഗങ്ങളിൽ ഇതേപോലുള്ള കോപ്പർ കളേർഡ് സ്ക്വയർ സ്റ്റോൺസ് കാണാം. അതിനെ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്നും പറയും. ഇത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് മരിച്ചുപോയ ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പതിപ്പിച്ചേക്കുന്നത്.